മാത്നോമാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 9 എന്ന സംഖ്യയുടെ ചില മാന്ത്രികതകളാണ്. സ്കൂൾ ക്ലാസ്സുകളിലെ നമ്മൾക്ക് പലപ്പോഴും ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയ ടേബിൾ ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം 9 എന്നായിരിക്കും നമ്മൾ പറയുക. എന്നാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര ബുദ്ധിമുട്ടുള്ള ഒരു ടേബിളോ ബുദ്ധിമുട്ടുള്ള ഒരു നമ്പറോ അല്ല 9. ചെറിയ ഉദാഹരണത്തിലൂടെ തുടങ്ങാം. 6 × 9. ഇവിടെ 6നേക്കാൾ 1 കുറയ്ക്കുക 5. ഇനി 9 ആകാൻ എത്ര കൂടി വേണം? നമുക്കറിയാം 9 ആകാൻ 4 കൂടി വേണം. ഉത്തരം 54 ആയിരിക്കും. ഏത് സംഖ്യയും നമുക്ക് ഇതുപോലെ ഗുണിക്കാവുന്നതാണ്. നമ്മുടെ ഫിംഗേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള കാൽക്കുലേഷൻ ചെയ്യാൻ കഴിയുന്നതാണ്. കാരണം ടോട്ടൽ 10 ഫിംഗേഴ്സ് നമ്മുടെ കൈകളിലുണ്ട്. ഇതിൽ 6 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ 6th ഫിംഗർ ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള നമ്പറുകൾ ഇവിടെ നമുക്ക് 5 ഫിംഗേഴ്സ് ഉണ്ട്, ഇവിടെ നമുക്ക് 4 ഫിംഗേഴ്സ് ഉണ്ട്. 54 നമ്മുടെ ആൻസർ ആണ്. മറ്റൊരു ഉദാഹരണം 4 × 9 ആണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതിൽ നിന്ന് 1 കുറയ്ക്കുക 3 ആണ് വരിക. ഇനി 9 ആവാൻ എത്ര കൂടി വേണം? നിങ്ങൾക്കറിയാം 6 കൂടി വേണം. 36 ആണ് ആൻസർ. അതായത് നമ്മുടെ ഫിംഗർ മാജിക്കിലാണെങ്കിൽ നമ്മൾ 4ാമത്തെ ഫിംഗർ ഫോൾഡ് ചെയ്യുന്നു. 4ാമത്തെ ഫിംഗർ എന്ന് പറയുമ്പോൾ ഇത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് 3 ഫിംഗേഴ്സ് ഉണ്ട് 3, ആൻഡ് റൈറ്റ് സൈഡിൽ നമുക്ക് 6 ഫിംഗേഴ്സ് ഉണ്ട് 6. 36 അല്ലേ ആൻസർ? ഇനി ഈ മാജിക് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഈ 9 എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ 10 - 1 ആണ്. അങ്ങനെ വരുമ്പോൾ ഇത് 40 - 4 ആണ്. ഈ കാരണം കൊണ്ടാണ് ഇങ്ങനൊരു കാര്യം സംഭവിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ മെത്തേഡ് നമുക്ക് 9ന് മാത്രമല്ല 99നും 999നും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം 99 എന്ന് വെച്ചാൽ 100 - 1 ആണ്. സെയിം പ്രിൻസിപ്പിൾ തന്നെയായിരിക്കും അവിടെയും ഉണ്ടാവുക. നമുക്ക് നോക്കാം. 83 × 99. 83 എന്ന് പറയുന്നതിനേക്കാൾ 1 കുറച്ച സംഖ്യ 82 ആണ്. ഇനി 8ന് 9 ആവാൻ 1ന്റെ കുറവുണ്ട്, 2ന് 9 ആവാൻ 7ന്റെ കുറവുണ്ട്. സോ ഉത്തരം എന്തായിരിക്കും? 8217 ആയിരിക്കും. നിങ്ങൾക്കിപ്പോൾ ഈ മെത്തേഡിൻ്റെ ചുരുക്കഭാഗം എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഏത് സംഖ്യയെ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാം? മറ്റൊരു ഉദാഹരണം 96 × 99. നോക്കൂ, 1 കുറയ്ക്കൂ 95. 9 ആവാൻ ആദ്യ സംഖ്യയ്ക്ക് എന്ത് വേണം? ഇനി ഒന്നും വേണ്ട, സോ 0. 5നാണെങ്കിലോ 9 ആവാൻ ഒരു 4 കൂടി വേണം. ശരി, ആൻസർ എന്തായിരിക്കും? 9504. ഇത് നിങ്ങൾക്ക് 3 ഡിജിറ്റിലോ 4 ഡിജിറ്റിലോ ഒക്കെ അപ്ലൈ ചെയ്യാം. ഒരു വലിയ സംഖ്യയിലേക്ക് നമുക്ക് പോവാം. 5152 × 9999. എന്ത് വേണം? 1 കുറയ്ക്കണം 5151. എന്ത് വേണം? ആദ്യത്തെ സംഖ്യയ്ക്ക് 4 കുറവുണ്ട്, അടുത്ത രണ്ടാമത്തെ സംഖ്യയ്ക്ക് 8 കുറവുണ്ട്, അടുത്ത സംഖ്യയ്ക്ക് 4 കുറവുണ്ട്, അടുത്ത സംഖ്യയ്ക്ക് 8 കുറവുണ്ട്. ഉത്തരം. ഇനി എത്ര വലിയ സംഖ്യകൾ വേണമെങ്കിൽ നിങ്ങൾ എഴുതി നോക്കൂ. നിങ്ങൾക്ക് ഉത്തരം നിഷ്പ്രയാസം, അതും പേനയും പേപ്പറും ഒന്നും ഇല്ലാതെ തന്നെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉത്തരം പറയാവുന്നതേ ഉള്ളൂ. വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.